എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓഹരി വിപണി പുതിയ ഉയരങ്ങൾ കീഴടക്കി. എന്താണ് മാർക്കറ്റിലെ ഉണർവിന് കാരണം? പലരും അന്വേഷിക്കുന്നുണ്ട് എന്താണ് ഇത്ര അധികം പെട്ടെന്ന് കയറാനായിട്ട് സാധ്യത എന്നുള്ളത്. അതിനും പ്രധാനമായിട്ട് കാരണം എന്താ വെച്ചാൽ ഇന്ത്യയുടെ വളർച്ചാ കണക്കുകളാണ് പുതിയ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന ശക്തിമരുന്ന്. തേർഡ് ക്വാർട്ടറിൽ മികച്ച GDP വളർച്ച കുറിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഫലമോ? വെള്ളിയാഴ്ച ഒട്ടുമിക്ക വ്യവസായ സൂചികളും നല്ല ഉയരത്തിലാണ് പോയത്. അതിൽ IT പിന്നെ ഹെൽത്ത് കെയർ മേഖല മാത്രമേ ഇതിൽ ഹെൽത്ത് കെയർ മേഖല വിട്ടു നിൽക്കാൻ കാരണം നമുക്കറിയാലോ, അത് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നതുകൊണ്ടാണത്. ഹെൽത്ത് കെയർ മേഖലകളിലുള്ള ഒട്ടുമിക്ക ഷെയർസും നല്ല ഇടിവും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വിട്ട് ഓഹരി വിപണിയിലെ മൊത്തത്തിൽ, അതായത് ഇൻഡെക്സിൻ്റെ കയറ്റത്തിന് കാരണങ്ങളെ കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം, അതാണ് മെയിനായിട്ട്. അതായത് ഇന്ത്യയുടെ GDP വളർച്ച കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. നടപ്പ് സാമ്പത്തിക വർഷം മൂന്നാം പാദം മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 8.4% വളർച്ചാ നിരക്ക് കൈയടക്കി. അതായത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് വരുന്നത്? നമ്മളുടെ നിഗമനത്തിനെതിരെ ഒരു റിസൾട്ട് വരുമ്പോഴാണ് അതിൽ പെട്ടെന്നുള്ള കയറ്റവും പെട്ടെന്നുള്ള ഇറക്കവും ഉണ്ടാകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരുത്തൻ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടി ഫസ്റ്റ് ക്ലാസ് മേടിക്കുന്ന, അവൻ ഡിസ്റ്റിങ്ഷൻ മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് അത്ഭുതം. പക്ഷേ ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിച്ച ഒരു കുട്ടി തോറ്റു കഴിഞ്ഞാലോ അതും അത്ഭുതം. ഇങ്ങനത്തെ രണ്ട് കണ്ടീഷൻ വന്നാൽ മാത്രമേ മാർക്കറ്റ് നല്ല രീതിയിൽ കയറുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് സംഭവിച്ചത് എന്താണ്? 8.4% വളർച്ചാ നിരക്ക് നമുക്ക് ഇപ്പോൾ ഉള്ളത് പ്രസൻറ്റ് കണ്ടീഷൻ. നിഗമനം എത്രയായിരുന്നു? 6.5 തൊട്ടിട്ട് 7% വരെ ആയിരുന്നു. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് മാർക്കറ്റ് പുതിയ ഉയരങ്ങളിൽ കീഴടക്കിയത്. അതുകൂടാതെ മറ്റൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ചാൽ അടുത്ത പാദങ്ങളിൽ ഏകദേശം 8.1% വരെ ഉണ്ടാകുമെന്ന് വിവിധ ഏജൻസികൾ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാരണം. അതുകൂടാതെ ബാങ്കുകൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. അതിന് മറ്റൊരു കാരണം അനലിസ്റ്റുകൾ പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന NDA സഖ്യം വിജയക്കൊടി പാറിക്കുമെന്നാണ്. അത് മൊത്തമായിട്ട് പല രീതിയിലുള്ള സർവേകളും അങ്ങനെയാണ് കണക്കുകൂട്ടുന്നത്. ഇതും മാർക്കറ്റിൻ്റെ വികാരത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുമേഖല ഓഹരികൾ, പ്രത്യേകിച്ച് ബാങ്കിങ് ഓഹരികളിലൊക്കെ നല്ല ബൈയിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ വേൾഡ് ചലനങ്ങൾ. അതായത് കഴിഞ്ഞ ദിവസം അമേരിക്ക പുറത്തുവിട്ട അവരുടെ പണപ്പെരുപ്പ കണക്കുകളും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഫെഡ് റിസർവ് പറഞ്ഞത് അടുത്ത പാദങ്ങളിലും പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താവും? കറൻസി അതുപോലെ ബോണ്ട് വിപണിയിൽ നിന്നുള്ള ആസ്തി മറ്റു സ്ഥലങ്ങളിലേക്ക് ഉള്ള ഫണ്ടൊഴുക്ക് ഉണ്ടാവും. അതും മെയിനായിട്ട് വരുന്നത് ഷെയർ മാർക്കറ്റിലായിരിക്കും. അപ്പോൾ ഈ 3 കാരണങ്ങളാണ് മെയിനായിട്ട് നമ്മളുടെ നിഫ്റ്റി ഇത്രയും പുതിയ ഉയരങ്ങൾ കീഴടക്കാനായിട്ട് കഴിഞ്ഞ കാരണങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.